വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും മമ്മൂക്കയോട് ഒരുമിച്ച് വരുന്നതിൻ്റെ ഒരു വലിയൊരു സന്തോഷമുണ്ട്. ഇവർ ഒരുമിച്ച് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് അഭിനയിക്കുന്നത് പോലും സത്യം പറയാൻ നമുക്ക് തോന്നുന്നില്ല. മമ്മൂക്കയുടെ സിനിമ, ലാലേട്ടൻ്റെ സിനിമകളൊക്കെ നമ്മൾ കാണാതെ നമ്മളെ ഒരു ദൈനംദിന ജീവിതം ആരംഭിക്കുന്നില്ല എന്നുള്ളതാണ്. മലയാളികൾ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സിനിമയാണ്. നമുക്കറിയാം, മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെ ഉള്ളവർ അഭിനയിച്ച വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമ. അതിനുള്ള തിരക്കാണ്. എങ്ങനെ കാണുന്നു ഈ സിനിമ? കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ്? വളരെ എക്സ്പെക്ടേഷൻ ഉണ്ട്. നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. ലാലേട്ടനും മമ്മൂക്കി ഒരുമിച്ച് വരുന്നത് തന്നെ പിന്നെ മഹേഷ് നാരായണന്റെ പടം കൂടെ ഉണ്ട്. ഭയങ്കര പ്രതീക്ഷയോടുള്ളതല്ലേ? നല്ല പ്രതീക്ഷ. പൊളിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. എന്ത് പറയണു? കണ്ടിട്ട് പറയാം. അങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടിയാട്ടോ ആളുകൾ വരുന്നതൊക്കെ. ആളുകളുടെ ഒരു ആകാംക്ഷ നമുക്കിവിടെ കൃത്യമായിട്ട് തന്നെ കാണാം. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ വരുന്ന ഒരു സിനിമ കാണാൻ. എന്താണ് സിനിമയെക്കുറിച്ച്? നമ്മൾ കണ്ടില്ല, കാണുന്നതിന് മുമ്പുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു മമ്മൂക്ക ഫാനാണ്. വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും മമ്മൂക്കയോട് ഒരുമിച്ച് വരുന്നതിൻ്റെ ഒരു വലിയൊരു സന്തോഷമുണ്ട്. അപ്പോൾ അതിനകത്ത് അത് ഏത് രീതിയിലാണ് അത് ആൾക്കാരെ ഏറ്റെടുക്കാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഫാൻ പടമല്ല, എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സിനിമയായിരിക്കും എന്നാണ് മമ്മൂക്ക എല്ലാ ഇൻ്റർവ്യൂവിലും പറഞ്ഞത്. അപ്പോൾ അതന്നെ നമ്മുടെ എല്ലാവരും പ്രതീക്ഷ. നല്ലൊരു സിനിമ ആണ് എക്സ്പീരിയൻസ് ചെയ്യുക. ഒരു ഫാൻ എന്നുള്ളത് മാറ്റി വെക്കുക, കഥാപാത്രങ്ങളിലോട്ട് കൂടുതൽ ഇഷ്ടപ്പെട്ട് നല്ലൊരു സിനിമ ഇഷ്ടപ്പെടാന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത്. ഇതാണ് കേട്ടോ, ഇത് ഒരു കൃത്യമായ ഒരു മറുപടി. പക്ഷേ ഒരു മമ്മൂട്ടി ഫാനാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ഫാൻ മാറ്റിയിരുത്തുക, കാരണം നമ്മളൊരു കഥാപാത്രങ്ങൾ ഇഷ്ടം. അപ്പോൾ ലാലേട്ടൻ മമ്മൂക്കാനെ ഇഷ്ടപ്പെടുക എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സിനിമ കാണാൻ കയറാൻ പോകുന്നുള്ളൂ. പക്ഷേ നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, ഇത്രയും വലിയൊരു സിനിമ മമ്മൂക്കായും മോഹൻലാലും ഒരുമിച്ച് ഒരു സ്ക്രീനിൽ വരുന്നു. ചാക്കോച്ചൻ ഇഷ്ടം പോലെ താരങ്ങളാണ്. ഇത് എന്താ പറയുന്നത്? നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. എന്തായാലും സിനിമ കഴിയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ റിവ്യൂ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതിനാണ് നമ്മൾ ഫസ്റ്റ് ഷോ എടുത്ത് തരുന്നത്. എങ്ങനെയാണെന്ന് സസ്പെൻസ് ഒന്നും പൊളിയാതിരിക്കാം. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കണം. ലാലേട്ടനും മമ്മൂക്കയും ഫഹദും ചാക്കോച്ചനും നയൻതാരയും എല്ലാവരും ഒരുമിച്ചുള്ള പടമല്ലേ. അപ്പം വലിയ എക്സ്പെക്ടേഷൻസ് ആണ്, വലിയ എക്സ്പെക്ടേഷനാണ് ഉള്ളത്. രാവിലെ ആയതുകൊണ്ടായിരിക്കും നാക്ക് കയറിയുന്നില്ല. എക്സ്പെക്ടേഷനാണുള്ളത്. അഗെയിൻ നമ്മൾ പ്രൊമോഷൻ മെറ്റീരിയൽസിലൊക്കെ കണ്ടതുപോലെ തന്നെ മഹേഷ് നാരായണൻ എന്ന് പറയുന്ന ഡയറക്ടർ എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അല്ലാതെ അതിനപ്പുറത്ത് വേറൊരു എക്സ്പെക്ടേഷനോടുകൂടിയല്ല. ചെയ്തു വെച്ചിരിക്കുന്ന സിനിമ എന്താണെന്ന് കാണാനായിട്ടും അത് ആസ്വദിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അതെ അതെ അതെ. അല്ല, നമ്മൾ അവരെ എപ്പോഴും നമ്മളോടൊപ്പം തന്നെ നമ്മൾ കാണുന്നത്, നമ്മളോടൊപ്പം ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ആളല്ല. പക്ഷേ ഇവർ ഒരുമിച്ച് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് അഭിനയിക്കുന്നത് പോലും സത്യം പറയാൻ നമുക്ക് തോന്നുന്നില്ല. എപ്പോഴും ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും സിനിമകൾ വരുമ്പോൾ നമ്മൾ കാണുന്നത് കൊണ്ട് അവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് ഇത്രയും വർഷം ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ പ്രൊമോഷൻ വരുന്ന സമയത്താണ് നമുക്ക് ശരിക്കും അങ്ങനെ ഒരു തിരിച്ചറിവ് വരുന്നത്. സോ വെരി എക്സൈറ്റഡ്. അങ്ങനെയൊന്നും ഇല്ലെന്നേ. കാരണം എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു സിനിമ കാണാനായിട്ട് വരുന്ന സമയത്ത് അതിന് മുമ്പ് ഒരു കാര്യങ്ങളും നോക്കാറില്ല. ഐ മീൻ ഈ ഫേസ്ബുക്കിനകത്ത് വരുന്ന കാര്യങ്ങൾ പോലും നോക്കാറില്ല. എന്താണോ സിനിമയിലുള്ളത് അത് നേരിട്ട് തിയേറ്ററിൽ കാണണം എന്നുള്ള അത് ആ പുതുമ ഉണ്ടായിരിക്കണം എന്ന് കരുതിയിട്ടാണ് ഞാൻ വരുന്നത്. എക്സലന്റ് ട്രെയിലറും കണ്ട് എല്ലാവരെയും പോലെ തന്നെ വളരെ എന്താ പറയുക വെയിറ്റിങ്ങിലാണ് ഞാനും ബാക്കി മൂവി കണ്ടിട്ട്. എക്സ്പെക്ടേഷൻ ഒന്നും പറയാല്ല. നമുക്ക് ഒരുപാട് സന്തോഷമാണ്. കഴിഞ്ഞ 18 വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂക്കയും ലാലേട്ടനും ഒരുമിക്കുന്നൊരു ആ സ്ക്രീൻ സ്പേസ് കാണാൻ വേണ്ടി ഒരു കട്ട വെയിറ്റിംഗ് ആണ്. അതിലൊരാൾ തന്നെയാണ് ഞാനും. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളൊക്കെ ജീവിതത്തിൽ ദാസേട്ടൻ്റെ പാട്ടും മമ്മൂക്കയുടെ സിനിമ, ലാലേട്ടൻ്റെ സിനിമകളൊക്കെ നമ്മൾ കാണാതെ നമ്മളെ ഒരു ദൈനംദിന ജീവിതം ആരംഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയും അവർ നമ്മളെ ലൈഫിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 18 വർഷങ്ങൾക്ക് ശേഷം അവരൊരുമിക്കുന്നൊരു സിനിമ കാണുക, അത് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ള ഒരുപാട് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്തായാലും വലിയൊരു വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതെ അതെ, രണ്ട് മെയിൻ ആൾക്കാരാണല്ലോ അതിലുള്ളത്. പിന്നെ കുഞ്ചാക്കോ ബോബനും ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷയോടെ നോക്കുന്നു. ഫസ്റ്റ് ഫാസിൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല എക്സ്പെക്റ്റേഷനിലാണ്. അത്രത്തോളം എത്തുമോ ഇല്ലയോ എന്നുള്ളൊരു ആശങ്കയും കൂടിയുണ്ട്. വളരെ പ്രതീക്ഷയുടെ പിള്ളേരാണെങ്കിൽ ധൃതിയായിട്ടിരിക്കുമായിരുന്നു കാണാൻ. അപ്പോൾ ആ കൂടെ ഞങ്ങൾ ഇങ്ങ് പോന്നു. പടം ഒരുപാട് നാൾക്ക് ശേഷം 20 വർഷങ്ങൾക്ക് ശേഷം തന്നെ ഒരു കോംബോ പടമാണ്. പടം വൺ ഹിറ്റാവും. 100-150 വീത കോടിയിൽ മീതെ കയറും. നല്ല അടിപൊളി പടമാണ്. ഇന്നലെ തന്നെ മോഹൻലാലും മമ്മൂട്ടിയും കുഞ്ചാക്കോബനും ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എല്ലാം. ഫഹദ് ഫാസിൽ നമ്മുടെ എറണാകുളത്തുണ്ട്. മോഹൻലാൽ ഇവിടെ ഇല്ല, പുറത്താണ്. എല്ലാവരും കണ്ടു. എല്ലാവരും പടം കാണാൻ പടം വിജയത്തിലുള്ള ആശംസയിൽ ഇരിക്കുകയാണ്. പടം ഞാൻ രണ്ടുപേരുടെ കൂട്ടത്തില്ല, മോഹൻലാലും മമ്മൂട്ടി. അവർ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ഏറ്റവും കൂടുതൽ ആരാധകരല്ലേ മോഹൻലാലും മമ്മൂട്ടി. പടം ഹിറ്റാവും, സൂപ്പറാവും. ആ സ്ഥലത്തും വലിയ തിരക്കാണ്. ഇവിടെ ആ തിരക്ക് നമ്മൾ കാണുകയാണ്. ആ സിനിമയുടെ പ്രതീക്ഷ എത്രമാത്രമാണ്? ഒരുപാടുണ്ട്. സന്തോഷമുണ്ട്. ഇത് തന്നെ പ്രതീക്ഷ ഒരുപാടുണ്ട്, സന്തോഷമുണ്ട്. വലിയ പ്രതീക്ഷയോടുകൂടി ആളുകളെല്ലാം തിയേറ്ററിലേക്ക് ഒഴുകിയെത്തുന്ന നിലയിലേക്കാണ് പോകുന്നത്.
അത് നമുക്ക് കാണാം. ഇനി കാത്തിരിക്കാം. സിനിമ കണ്ടതിന് ശേഷം നമുക്ക് അഭിപ്രായം പറയാം.